വചനമൊഴി ഫെബ്രുവരി 26. വചനഭാഗം റോമ 8:1-6, മത്തായിയുടെ സുവിശേഷം 6:19-24. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് തിരുവചനം നമ്മെ നയിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രം എന്താണെന്ന് ചിന്തിക്കുവാനും നാം ആരെയാണ് സേവിക്കുന്നത്, ദൈവത്തെയോ ലോക സമ്പത്തിനെയോ എന്ന് വിചിന്തനം ചെയ്യുവാനുമാണ്. പൗലോസ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, ഈശോ മിശിഹായിലുള്ളവർക്ക് ശിക്ഷയില്ല. ശരീരപ്രകാരം ജീവിക്കുന്നവർ ശരീരത്തിന്റെ കാര്യങ്ങൾ ചിന്തിക്കുന്നു, ആത്മാവിൻ പ്രകാരം ജീവിക്കുന്നവർ ആത്മാവിന്റെ കാര്യങ്ങൾ ചിന്തിക്കുന്നു. നമ്മുടെ ജീവിതം ഏത് ദിശയിൽ പോകണമെന്നാണ് സ്ലീഹ ഓർമ്മിപ്പിക്കുന്നത്. ജഡത്തിന്റെ ചിന്താഗതികൾക്കനുസരിച്ച് പോവുകയല്ല, ആത്മരക്ഷ ലക്ഷ്യം വെച്ച് ജീവിതത്തെ നയിക്കണമെന്നാണ് തിരുവചനം പറയുന്നത്. ഈശോ മിശിഹ വന്നത് ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ്, സ്വർഗരാജ്യ പ്രഘോഷണത്തിനു വേണ്ടിയാണ്. മിശിഹായെ അനുഗമിക്കുന്നവർ ആത്മരക്ഷ മുന്നിൽ കണ്ട് ജീവിക്കണം. മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്നും ശ്രവിക്കുന്നതും ഇതേ കാര്യങ്ങൾ തന്നെയാണ്. ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപങ്ങൾ ശേഖരിക്കരുത്. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾക്ക് ദൈവത്തെയും സമ്പത്തിനെയും ഒരുമിച്ച് സേവിക്കാനാവുകയില്ല. നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രം എന്താണ്? ദൈവമാണോ ഭൗതിക വസ്തുക്കളാണോ? നാം ജീവിക്കുന്നത് ആത്മരക്ഷ മുന്നിൽ കണ്ടുകൊണ്ടാണോ ജഡത്തിന്റെ താല്പര്യങ്ങൾ മാത്രം പൂർത്തിയാക്കുവാൻ വേണ്ടിയാണോ? നോമ്പ് കാലഘട്ടം ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും കാലഘട്ടം മാത്രമല്ല, അത് നമ്മുടെ ഹൃദയത്തിന്റെ ദിശ തിരുത്തുവാനുള്ളൊരു സമയമാണ്. പലപ്പോഴും നമ്മൾ ലോകസമ്പത്ത്, സ്ഥാനമാനങ്ങൾ, സ്വാർത്ഥത എന്നിവയിൽ നിക്ഷേപം നടത്തുന്നു. ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ മറക്കുന്നു. ഇന്ന് തിരുവചനങ്ങൾ നമ്മോട് പറയുന്നു, ആത്മരക്ഷയ്ക്ക് ഉതകുന്ന സ്വർഗീയ നിക്ഷേപം ശേഖരിക്കുക. സ്നേഹം, കരുണ, ക്ഷമ, ദാനം എന്നിവ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുവാൻ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത് പോലെ, ആത്മാവിന്റെ പ്രകാരം ജീവിക്കുന്നവർക്ക് ജീവിതം സമാധാനവും സന്തോഷവും നൽകും. ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ കുടുങ്ങിയാൽ അത് ആത്മീയ മരണത്തിലേക്ക് നമ്മെ നയിക്കും. ഈ നോമ്പ് കാലഘട്ടം ആത്മരക്ഷയെ കരുതിയുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപരിക്കുന്നതിനും ദൈവമാണ് യഥാർത്ഥ സമ്പത്ത് എന്ന് കരുതി സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടുന്നതിനും നമുക്ക് പരിശ്രമിക്കാം. ഇന്നത്തെ ദിവസം നമ്മെ ക്ഷണിക്കുന്നത് ദൈവത്തെ തിരഞ്ഞെടുക്കുവാനാണ്, ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനാണ്, നിത്യമായി നിലനിൽക്കുന്ന നിധി കണ്ടെത്തുവാനാണ്. അതിനുള്ള പരിശ്രമം നമുക്ക് നടത്താം. ഈ നോമ്പ് കാലഘട്ടവും അതിന്റെ ചൈതന്യവും പ്രകാരം സ്വർഗീയ നിക്ഷേപം കൂട്ടുന്നതിന് നമ്മെ ഇത് സഹായിക്കട്ടെ. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.